മാസപ്പടി കേസ് കേൾക്കുമ്പോൾ മുഖ്യമന്ത്രിനെയോ അല്ലെങ്കിൽ മോള് വീണ വിജയനെയോ അല്ല, മാത്യു കുഴൽനാടനെയായിരുന്നു ആദ്യം ഓർമ്മ വരിക. ആഴ്ചയിൽ ഒരു ലോഡ് പേപ്പറും പൊക്കിപ്പിടിച്ച് മുഖ്യമന്ത്രിക്കെതിരെ തെളിവുണ്ടേ എന്ന് പറഞ്ഞു വരുന്നത് ആരായിരുന്നു? നമ്മുടെ കുഴൽനാടനായിരുന്നില്ലേ? എന്നിട്ട് എന്തായി? പത്രക്കാരെ വിളിച്ചു വരുത്തി ഡയലോഗ് അടിച്ചത് മിച്ചം. ഒക്കെ വെള്ളത്തിൽ വരച്ച വര പോലെയായില്ലേ? മൂപ്പരുടെ ഹർജി വിജിലൻസ് കോടതി തള്ളിയിരിക്കണു. നമ്മുടെ മാത്യു കുഴൽനാടൻ പാവം, പുള്ളി ആകെ ശോകമുഖമായിട്ടിരിക്കുകയാണ്. പണ്ടത്തെ ആ ഉശിരും ആവേശം ഒന്നുമില്ല ഇപ്പോ. പണ്ടൊക്കെ എന്തൊരു ഡയലോഗ് അടിയായിരുന്നു. PV എന്ന പരാമർശം ഞാനല്ല എന്നുവരെ പറഞ്ഞ് ഒളിച്ചോടുന്ന ഒരു നിലയിലെത്തിയപ്പോൾ ഇനി ഇതിൻ്റെ രണ്ടാം ഘട്ട പോരാട്ടം ആരംഭിക്കുകയാണ്. അത് നിയമ പോരാട്ടമാണ്. അതിൻ്റെ ഭാഗമായി ഈ വിഷയത്തിൽ ഔദ്യോഗികമായ പരാതിയും ബന്ധപ്പെട്ട രേഖകളും ഞാൻ വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറിയിട്ടുണ്ട്. എല്ലാ കണ്ടൻസും പരാതിയിലുണ്ട്. ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട്, കാരണം മുഖ്യമന്ത്രിയുടെ ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ ഇത് ഒരു വിജിലൻസിൻ്റെ പരിധി വരത്തില്ലല്ലോ, സ്വാഭാവികമായിട്ടും അതുണ്ട്. ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. മാസപ്പടി കേസിലെ കുഴൽനാടന്റെ ആരോപണങ്ങളൊക്കെ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു മുഖ്യമന്ത്രി മോളും ദിപ്പപ്പെടുന്നു. എന്നിട്ട് ഇപ്പം എന്തായി? കുഴൽനാടേട്ടന്റെ ഹർജി വിജിലൻസ് കോടതി തള്ളിയില്ലേ? കോടതി നിരസിച്ചു, തള്ളി എന്നുള്ളതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം. അതിൻ്റെ വിശദമായ ഉത്തരവ് ലഭിച്ചിട്ടില്ല. വിശദമായ ഉത്തരവ് ലഭിക്കുന്ന മുറയ്ക്ക് അതിനെ സംബന്ധിച്ചൊരു പ്രതികരണമായിരിക്കും നന്നാവുക. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനെതിരെ അന്വേഷണം വേണമെന്നുള്ള മാത്യു കുഴൽനാടന്റെ ഹർജി വിജിലൻസ് കോടതി തള്ളി. കോടതി നേരിട്ടിടപെട്ട് അന്വേഷണം നടത്തണം എന്നൊക്കെയായിരുന്നു കുഴൽനാടേട്ടൻ ബാധിച്ചത്. പക്ഷെ കുഴൽനാടേട്ടന്റെ എല്ലാ ആവശ്യങ്ങളും കോടതി നിഷ്കരണം തള്ളിയിരിക്കുന്നു ഗൈസ്. നിയമപരമായൊരു സെറ്റ് ബാക്കാണോ? സെറ്റ് ബാക്കാണ്. ഒരു നിയമ പോരാട്ടത്തിലൊരു തിരിച്ചടിയാണ്. അതുകൊണ്ട് ഞാനത് പഠിച്ചതിന് ശേഷം അതിൻ്റെ അടുത്ത ഡ്യൂ കോഴ്സാണ്. എത്ര ചങ്ക് തകർന്നിട്ടായിരിക്കും കുഴൽനാടേട്ടൻ അത് പറഞ്ഞത്. ഈ കണ്ട കാലത്രയും തെളിവുകൾ ശേഖരിക്കാൻ ആ പാവ എത്ര ഓടിക്കൂട്ടി, എത്ര പത്രസമ്മേളനങ്ങൾ വിളിച്ചു, എത്ര വായിട്ടലച്ചു. എന്നിട്ട് എന്തായി? തിരിച്ചടി കിട്ടിയെന്ന് സ്വയം പറയേണ്ടി വന്നു. അധികം ഒരാൾ വേട്ടയാടുന്നത് ശരിയല്ല. ഈ വിച്ച് ഹണ്ടിങ് അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. കുഴൽനാടിൻ്റെ പിന്നിൽ എല്ലാ UDFൻ്റെ ആൾക്കാരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അയാൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വിനയൻ്റെ ഭാഗമായിട്ടാണ് ഇനി SFIയുടെ അന്വേഷണം വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണാൻ പോകുന്നത് നല്ല പോരായിരിക്കും. SFI ഉദ്യോഗസ്ഥന്മാർ ഈ 68 കോടിയുടെ കണക്ക് കൊടുക്കണമല്ലോ, ഈ വാങ്ങിയ കണക്ക്. അതിന് GST കൊടുത്തിട്ടുണ്ടോ? ഇൻകം ടാക്സ് കൊടുത്തിട്ടുണ്ടോ? എന്തെങ്കിലും തെളിവുണ്ടോ വാങ്ങിയതിന്? വേണ്ടാട്ടാ, ഒരവസരം കിട്ടിയപ്പോ ഞങ്ങളുടെ കുഴൽനാടേട്ടനെ അങ്ങനെ അങ്ങോട്ട് അടച്ചാക്ഷേപിക്കാന്ന് ആരും കരുതണ്ട. ഇപ്പൊ പല്ലുകൊഴിഞ്ഞ സിംബായെങ്കിലും ഒരു കാലത്ത് ഗർജിക്കുന്ന സിംബായിരുന്നു. നമ്മുടെ KM ഷാജിക്കൊക്കെ കുഴൽനാടേട്ടനെ കുറിച്ച് പറയാൻ 100 നാവായിരുന്നില്ലേ? ഇപ്പൊ നിങ്ങള് മാത്യു കുഴൽനാടനെ പീഡിപ്പിക്കാതെ നടക്കുകയാണ്. എന്റെതൊക്കെ ഏകദേശം കോടതിയിൽ വന്നു. ഇനിയിപ്പോ പുതിയ കേസൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം. അതുകൊണ്ട് മാത്യുയുടെ ബേക്കില്ല. ഞാൻ അന്നേ പറഞ്ഞു, എന്റെ പിറകിൽ നിങ്ങൾ നടന്നോ? ഷാജിയേട്ടൻ അന്നേ പറഞ്ഞതാ കുഴൽനാടേട്ടനെ ചൊറിയരുതെന്ന്. എന്നിട്ടിപ്പോ എന്തായി? എല്ലാവരുടെ മുന്നിലും ആ പാവം നാണം കിട്ടില്ലേ? അല്ല, ഞാൻ ഉന്നയിച്ച കാര്യം കോടതിക്ക് ബോധ്യപ്പെട്ടില്ല, അല്ലെങ്കിൽ കോടതി അത് ഉൾക്കൊണ്ടില്ല, അല്ലെങ്കിൽ കോടതിക്ക് ഞാൻ ഉന്നയിച്ച വാദങ്ങൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്നുള്ളതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു വിധി വന്നത്. മറ്റുള്ളവരുടെ കാര്യം പോട്ടെ, കോടതിക്ക് എന്നാലും ഞങ്ങളുടെ കുഴൽനാടേട്ടനെയും കുഴൽനാടേട്ടന്റെ തെളിവുകളിനെയും ഒന്നും മനസ്സിലാക്കാൻ പറ്റാഞ്ഞത് എന്താ? വലിയ വക്കീലല്ലേ ഞങ്ങളുടെ കുഴൽനാടേട്ടൻ. അത്രയും ഇന്റലിജന്റ് തെളിവുകളല്ലേ കുഴൽനാടേട്ടൻ കൊടുത്തിട്ടുണ്ടാവുക. എന്നിട്ട് കോടതി പറയാ ആരോപണങ്ങൾക്ക് പ്രഥമ ദൃഷ്ടിയ തെളിവില്ലാന്ന്. കുഴൽനാടേട്ടന്റെ ഹർജി രാഷ്ട്രീയ പ്രേരിതാണിത്രേ. കുഴൽനാടേട്ടൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എല്ലാം വെറുതെ ആയി പോയല്ലോ. കഷ്ടായിപ്പോയി. തോറ്റ് തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. അവനെന്തെങ്കിലും തിന്നാൻ കൊടുക്ക്. എന്തെങ്കിലും പോരാ, സ്വപ്നമായിട്ട് തന്നെ വേണം. മാത്യു കുഴൽനാടന്റെ ഹർജി തള്ളിയെന്ന് മാത്രമല്ല, സർക്കാരിന്റെ വാദങ്ങളൊക്കെ കോടതി അംഗീകരിക്കുകയും ചെയ്തു. അതാണ് ഞങ്ങളുടെ കുഴൽനാടേട്ടന് ഒട്ടും സഹിക്കാൻ പറ്റാഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിലുള്ള തെളിവുകൾ, അല്ലെങ്കിൽ ഞാൻ സമർപ്പിച്ചിട്ടുള്ള തെളിവുകൾ, അക്കോർഡിംഗ് ടു മീ, എന്നെ സംബന്ധിച്ച് that is more than sufficient for a preliminary investigation എന്നുള്ളതാണ് എൻ്റെ വ്യൂ. അതാണ് ഞാൻ കോടതി പറഞ്ഞു. പക്ഷെ കോടതി എന്തുകൊണ്ടാണ് അത് അപ്രീഷിയേറ്റ് ചെയ്യായിരുന്നത് എന്നുള്ളത് കോടതിയുടെ വ്യൂ എന്താണെന്ന് ഉത്തരവ് വായിച്ചാലേ പറയാൻ പറ്റും. CMRLന് മുഖ്യമന്ത്രി വഴിവിട്ട സഹായങ്ങൾ നൽകിയെന്നും അതിനുള്ള പ്രതിഫലമാണ് മുഖ്യമന്ത്രിയുടെ മോള് എക്സാലോജിക്ക് വഴി കൈപ്പറ്റിയതെന്നായിരുന്നു കുഴൽനാടേട്ടന്റെ ആരോപണം. ആദ്യം കുഴൽനാടേട്ടൻ പറഞ്ഞു വിജിലൻസ് അന്വേഷിക്കണമെന്ന്. പിന്നെ പറഞ്ഞു വേണ്ട കോടതി നേരിട്ട് അന്വേഷിച്ചാൽ മതിയെന്ന്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്ന കുഴൽനാടേട്ടനോട് കോടതി ചോദിച്ചു, കോടതി വേണോ വിജിലൻസ് വേണോ, എന്തുട്ടാ പറയും, ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കാൻ. അങ്ങനെ കോടതി മതിയെന്ന് കുഴൽനാടേട്ടൻ തീരുമാനിച്ചു.
ചോദിച്ചു. അതിപ്പതാ ഇങ്ങനെയായി. പൊട്ടനും പോയി പണ്ടനും പോയി പൊട്ടും കിട്ടി അയലേസാ. വിജിലൻസ് അന്വേഷിക്കുമ്പോൾ ഒരു സ്റ്റേറ്റിന്റെ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി അന്വേഷിക്കുന്നു. ഞാൻ അതിനേക്കാളും പ്രിഫർ ചെയ്തത് കോടതിയുടെ മേൽനോട്ടത്തിൽ നേരിട്ട് പ്രോസിക്യൂട്ട് ചെയ്യുന്നതാണ്. കാരണം നേരിട്ട് പ്രോസിക്യൂട്ട് ചെയ്യാൻ മാത്രം വേണ്ട ഡോക്യുമെന്റ്സ് ഓൾറെഡി ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ കയ്യിലുണ്ട് എന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. സങ്കടപ്പെടാണ്ടിരിക്കുക കുഴൽനാടേട്ട, ഇവരൊന്നും കുഴൽനാടേട്ടനെ അർഹിക്കണില്ല. കുഴൽനാടേട്ടൻ മറ്റുള്ളവരുടെ മുന്നിൽ ചമ്മിയാലും കുഴൽനാടേട്ടനെ ഒറ്റപ്പെടുത്താത്തൊരു മനുഷ്യനില്ലേ ഇവിടെ. നമ്മുടെ KM ഷാജിയേട്ടനുള്ളിടത്തോളം കാലം കുഴൽനാടേട്ടൻ ഒറ്റപ്പെടില്ല, ഒറ്റപ്പെടാൻ സമ്മതിക്കില്ല. സപ്പോർട്ട് എന്ന് വെച്ചാൽ എജാതി സപ്പോർട്ട്. നിങ്ങൾ മാത്യു കുടൽനാടനോടാ കളിക്കണത്. ഓന്റെ കയ്യിലൊരു വക്കീൽ ആഫീസ് തന്നെ ഉണ്ട്. അത് നല്ലോണം CPM മനസ്സിലാക്കിക്കോ. CMRL പണം നൽകിയ മറ്റാരുടെയും പേരിൽ ഹർജിക്കാരൻ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്കും മോൾക്കെതിരെ മാത്രം അന്വേഷണം ആവശ്യപ്പെടുന്നു എന്നാണ് കോടതി ചോദിക്കുന്നത്. ആരോപണങ്ങൾ തെളിയിക്കുന്ന രേഖകളൊന്നും പരാതിക്കാരൻ ഹാജരാക്കിയിട്ടില്ല എന്നാണ് കോടതി പറഞ്ഞത്. അപ്പോൾ പത്രസമ്മേളനങ്ങളിൽ പൊക്കി പിടിച്ചുകൊണ്ട് വന്ന പേപ്പറും അക്കമിട്ട് നിരത്തിയ ചോദ്യങ്ങളും പറഞ്ഞ പോയിന്റ്സും ഒക്കെ വെറുതെ ആയിരുന്നു അല്ലേ? ഇങ്ങനെയുള്ള വള്ളിയെല്ലാം പിടിച്ച ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ എങ്ങനെ പറ്റുന്നു കുഴൽനാടേട്ടാ? അമേസിങ്, റിയലി അമേസിങ്. KM ഷാജി മാത്രമല്ല മക്കളെ നമ്മുടെ കുഴൽനാടേട്ടന്റെ കഷ്ടപ്പാടിനെ സപ്പോർട്ട് ചെയ്യണത്, വേറൊരാളും കൂടി ഉണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും UDF ആരെങ്കിലും ആയിരിക്കുന്നു. നെഹി, വിജിലൻസ് കോടതി അവസാനത്തെ കോടതിയല്ലല്ലോ, ഇനിയും ധാരാളം കോടതികളുണ്ട്. അപ്പോൾ ആ കോടതിയിൽ വരട്ടെ, സമയമാകുമ്പോൾ നമുക്ക് നോക്കാം. മാത്യു കുടൽനാടൻ വക്കീലാണ്. അയാൾ പണി തുടങ്ങി ഞങ്ങൾ AKG സെന്റർ പൊളിപ്പിക്കേണ്ടി വരുന്നത് നിങ്ങൾക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ടാണ് നിങ്ങളത് കൊടുത്തത്. ഞാൻ പറയണത് നിങ്ങൾ അബദ്ധത്തിലേക്ക് നടക്കുകയാണ്. ഇതുവരെ തീർന്നില്ലേ? എന്നാലും സർക്കാർ വഴിവിട്ട് സഹായം കൊടുത്തു എന്നുള്ള ഒരു രേഖ പോലും കയ്യിലില്ലാണ്ട് ഇത്രയും കോൺഫിഡൻസിൽ കോടതിയിലേക്ക് തുള്ളിച്ചാടി പോയത് എന്തിനാണാവോ? ഇല്ല, ഇതിലൊന്നിലും പക്ഷെ കുഴൽനാടേട്ടൻ തളരില്ല. എന്തായാലും ഈ വിഷയത്തിൽ നിന്ന് ഒളിച്ചോടത്തില്ല. കാരണം ഞാനിത് പൊതുജനങ്ങൾക്ക് മുമ്പിൽ വച്ചൊരു വിഷയമാണ്. ഞാൻ എൻ്റെ കയ്യിലുള്ള തെളിവുകൾ അവരുടെ പക്ഷം വെച്ചതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ദീർഘകാലം പൊതുസമൂഹം ചർച്ച ചെയ്തതാണ്. മാസപ്പടി വിഷയത്തിൽ നിന്നും ഒളിച്ചോടില്ല. ഐ വിൽ ബി ദേർ, ഐ വിൽ ഫൈറ്റ് ടിൽ ദ ലാസ്റ്റ്. കാവിലെ പാട്ട് മത്സരത്തിന് കാണാം. ദദ്ദാണ് സ്പിരിറ്റ്. കയ്യില് ഒരു തെളിവില്ലെങ്കിലും ആ ആത്മവിശ്വാസം കണ്ടോ? കോടതിയിൽ പോയി 8ന്റെ പണി തിരിച്ചു കിട്ടി സെഡായിരിക്കുന്ന കുഴൽനാടേട്ടന് വേണ്ടി കുഴൽനാടേട്ടനെ ചില്ലാക്കാൻ KM ഷാജി ഡെഡിക്കേറ്റ് ചെയ്യണ പാട്ടാണ് അടുത്തത്. 10-30 തവണ ലാവലിംഗ് കേസ് മാറ്റിവെച്ചു. പിന്നെയാണോ കുഴൽനാടന്റെ ഹർജി? ആരോപണങ്ങൾ ഉന്നയിക്കാൻ ആർക്കും അവകാശമുണ്ട്, പക്ഷെ ഉന്നയിക്കണതൊക്കെ പാളി പോവാണല്ലോ കുഴൽനാടേട്ടാ. സാരില്ല, ബെറ്റർ ലക്ക് ഓൺ നെക്സ്റ്റ് ടൈം. എന്നാ ശരി, ബാക്കി വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.